ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ദുബായ് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ എണീറ്റു, ഒരുങ്ങി ഞാൻ ചോക്ലേറ്റൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ദേവമ്മയുടെ പുതിയ ടോയും കൊണ്ട് അവൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ വന്നു ഒരുങ്ങി. അപ്പോൾ അമ്മ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇരിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഞങ്ങൾ അവിടെ നിൽക്കുകയാണ്. അപ്പം ഞാനാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ അച്ഛനോട് പറഞ്ഞു ഒരു ഹായ് തരൂ. അപ്പം അച്ഛനൊരു ഹായ് ഒക്കെ തന്നു. അമ്മയോട് പറഞ്ഞു ഒരു ഹായ് തരാൻ, ദേവമ്മോളോട് പറഞ്ഞു ഒരു ഹായ് തരാൻ. ബട്ട് ദേവമ്മോൾ തന്നില്ല, കാരണം ടോയും കൊണ്ട് കളിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ തന്നെ കണ്ണാടി പോയി ഒരു ഹായ് കൊടുത്തു. ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങാൻ റെഡിയായി. ഞാൻ ബാഗൊക്കെ എടുക്കുകയാണ്. ഞങ്ങളിന്ന് തിരിച്ച് റാസൽ കൈമയിലോട്ട് തന്നെ പോകും വൈകിട്ട്. അപ്പം ലഗേജ് വീണ്ടും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ദേവമോള് കളിപ്പാട്ടമൊക്കെ വെച്ച് കളിച്ചുകൊണ്ട് നിൽക്കുന്നു. എല്ലാവരും ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ്. എന്തെങ്കിലും മറന്നിട്ടുണ്ടോ, റൂമിൽ എന്തെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒരു ഫൈനൽ സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റൂം നമ്മൾ വെക്കേറ്റ് ചെയ്യുവാണ്. ഇനിയിപ്പം ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ലല്ലോ. എല്ലാവരും റെഡിയായി. ഇന്നൊരു വേറൊരു സന്തോഷം കൂടിയുണ്ട്. കാരണം എൻ്റെ ഒരു ബ്രദറും കൂടെ ഇന്ന് വരുന്നുണ്ട്. ഇന്നലെ ആദ്യത്തെ ദിവസം അവന് വരാൻ പറ്റിയില്ല, ഓഫ് കിട്ടിയില്ല. അതിലേക്ക് 2 മാമന്മാരാണുള്ളത്. അവർ ട്വിൻസാണ്. ഹരിയുടെ കൂടെ തന്നെ ഒരാളും കൂടെ ഉണ്ട്, വിഷ്ണു. അവൻ ഇന്നാണ് വരുന്നത്. അപ്പോൾ ഇന്ന് എല്ലാവരെയും കൂടെ കാണാമല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ബാഗും ഒക്കെ എടുത്തു, ഒന്നും മറന്നിട്ടില്ല. എല്ലാം എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. ഇന്ന് ഞങ്ങൾ ദുബായ് ഡോൾഫിനേറിയം കാണാൻ പോകാം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ടിക്കറ്റൊക്കെ എല്ലാവർക്കും ബുക്ക് ചെയ്തു, നേരത്തെ തന്നെ ബുക്ക് ചെയ്തു. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇറങ്ങിയപ്പോൾ തന്നെ അങ്ങനെ 10 മണിയൊക്കെ ആയി. 2 മണിക്കത്തെ ഷോ ആണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലെത്തിയപ്പോൾ വിഷ്ണു ഒക്കെ അവിടെ ഞങ്ങളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. വിഷ്ണു, ഇന്ദുരാജ്, ആകാശ് എൻ്റെ മാമൻ്റെ മോനാണ്. എല്ലാവരും കാത്തു നിൽപ്പുണ്ടായിരുന്നു. വിഷ്ണുവിനെ കണ്ടിട്ട് കുറേ നാളായി. ദേവമോൾ കണ്ടപ്പോഴേ വിഷ്ണുവിൻ്റെ കയ്യിൽ പോയി. ഞങ്ങൾ ഹരിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ ഹരിയും വന്നു. അതെടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അവിടെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നെയ് റോസ്റ്റും മസാല ദോശയും ഒക്കെയാണ് ഓർഡർ ചെയ്തത്. ഞങ്ങളതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു റീൽസ് എടുക്കാനായിട്ട് അവിടെ ഇങ്ങനെ എമിറേറ്റ്സ് മാളിൽ, ഇന്നലെ ഞങ്ങൾ കയറി എമിറേറ്റ്സ് മാളിൽ കയറി, അതിനുള്ള ഒരുക്കങ്ങളായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ ദിയയും രാഹുലിനെയും കാണുന്നില്ല. ഞങ്ങളവിടെ എല്ലാം തിരക്കി ഇങ്ങനെ നോക്കിയപ്പോൾ അവർ രണ്ടുപേരും എവിടെയൊക്കെയോ കറങ്ങിയിട്ട് തിരിച്ചു വരുന്നു. എങ്ങോട്ട് പോയി എന്നൊന്നും അറിഞ്ഞില്ല. അവരിങ്ങനെ തിരിച്ചു വരുന്നു. ഇന്നലെ പറഞ്ഞല്ലോ, ദിയയ്ക്ക് മാള് കണ്ടാൽ പിന്നെ ഒന്നും വേണ്ട. മാളിൽ ഏറ്റവും ഇഷ്ടം ഇതുപോലെയുള്ള മാളുകളിൽ കറങ്ങി നടക്കാനാണ്. അപ്പം ദിയമോളും രാഹുലും കൂടെ ഇങ്ങനെ കറങ്ങിയിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ കുറച്ച് സമയമൊക്കെ മാളിൽ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം മെട്രോ സ്റ്റേഷനിലേക്ക് പോയി. ഡോൾഫിനേറിയത്തിലേക്ക് പോകാനായിട്ട് മെട്രോ സ്റ്റേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദിയമോൾ ഫ്രണ്ടിലെ ഓട്ടമാണ്. ഫ്രണ്ടിൽ ഓടിപ്പോയിട്ട് ഒന്നും കൂടെ ചുറ്റിക്കറങ്ങി വരാൻ വേണ്ടിയിട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. ഫ്രണ്ടിൽ നിന്നുള്ള വീഡിയോയാണിത്. ട്രെയിൻ ഏതോ ഒരു സ്റ്റേഷനിലെത്തി. അപ്പോൾ അവിടെ നിർത്തി ആളുകൾ ഇറങ്ങുകയാണ്. അപ്പോഴേക്കും ഞങ്ങൾ ഇരുന്ന ഒരു ഭാഗത്ത് ആൾക്കാരൊക്കെ കുറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരിക്കുകയാണ്. അതിനു മുമ്പ് നല്ല തിരക്കായിരുന്നു. مدينة دبي الطبية
The final destination of this train is Crete. The next station is Dubai Healthcare City. അടുത്തല്ലേ ഇറങ്ങുന്നത്? അങ്ങനെ ഞങ്ങൾ ഡോൾഫിനേറിയത്തിലെത്തി. ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ടാക്സിയിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അതിൻ്റെ ഒരു എൻട്രൻസിൻ്റെ ഭാഗമാണിത്. ഞങ്ങൾ കുറച്ച് സമയം അവിടെയൊക്കെ നിന്നു. 2 മണിക്കാണ് ഷോ. അപ്പം സമയം ഇനിയും കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. ദേവമോൾ നല്ല ഉറക്കമാണ്, നല്ല വെയിലായിരുന്നു. അപ്പോൾ ആരുടെങ്കിലും കുടയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ദേവമോളെ ഇങ്ങനെ തലയൊക്കെ പുതപ്പിച്ച് വെച്ചേക്കുന്നത്. ഞങ്ങളിങ്ങനെ ഡോൾഫിനേറിയത്തിനകത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ സൈഡിൽ ഇങ്ങനെ ഒട്ടകമൊക്കെ ഉണ്ട്. ആൾക്കാർ ഒട്ടകത്തിൻ്റെ പുറത്തൊക്കെ കയറി ഇങ്ങനെ സവാരിയൊക്കെ നടത്തുന്ന ഉണ്ട്. അപ്പോൾ നിയമമൊക്കെ ഒരാഗ്രഹം അവിടെ കയറണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് പുള്ളിക്കാരി അതങ്ങ് മറന്നുപോയി. ഇവിടെ തന്നെ അതിൽ കയറ്റണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് കയറുന്നത്. ഡോൾഫിനേറിയത്തിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്. ദുബായ് മാളിലൊക്കെ നമ്മൾ നേരത്തെയും പോയിട്ടുണ്ട്. ഇത് ഒരു ഫസ്റ്റ് ടൈമാണ്. അന്ന് ഞങ്ങൾ ഇവിടെ കാണാനായിട്ട്, ഇതിന് മുമ്പ് ദുബായിൽ വന്നപ്പോൾ ഇവിടെ കാണാനായിട്ട് വന്നപ്പോൾ കാണാൻ പറ്റിയില്ല. അപ്പോൾ ടൈം ആവാൻ കുറേ സമയമുണ്ട്. അതിന് ഏതോ സമയം അനുസരിച്ചാണ്. അപ്പോൾ ഞങ്ങൾക്ക് അത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കാൻ വയ്യ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളന്ന് കാണാനായിട്ട് നിന്നില്ല. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ടിക്കറ്റ് എടുക്കാനായിട്ടും അകത്തേക്ക് കയറാനും ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ആ ഇടയ്ക്ക് ദിവ്യമോനെ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുകയാണ്, ഹരിയും വിഷ്ണുവും എല്ലാവരും. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറി. ആൾക്കാരൊക്കെ ഇങ്ങനെ കയറി വരുന്നതേ ഉള്ളൂ, സമയമുണ്ടല്ലോ. അതാണ് ചെയറൊക്കെ ഒഴിഞ്ഞ് കിടക്കുകയാണ് ഇഷ്ടം പോലെ. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറി. നമുക്ക് സീറ്റ് നമ്പറൊക്കെ ഉണ്ട്. നമ്മൾ സീറ്റ് നമ്പറൊക്കെ കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ അവിടെ സൈഡിൽ പോപ്കോണും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദിയ അവരെ വിളിച്ചുകൊണ്ട്, ഇന്ദിരാജനെയും വിഷ്ണുവിനെയും വിളിച്ചുകൊണ്ട് ദിയമോൾ അത് വാങ്ങിത്താ എന്നും പറഞ്ഞ് അവരെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. പോപ്കോണ്, കോട്ടൺ ക്യാൻഡി അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഷോ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഷോ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഡോൾഫിൻസിനെ പറ്റിയിട്ടുള്ള ഒരു കുറച്ച് ഇൻട്രൊഡക്ഷൻ അവർ പറയുകയും ഒക്കെ ചെയ്യുകയാണ്. ഫ്രണ്ടിൽ ഇത് സ്ക്രീനിൽ നമ്മളെയൊക്കെ അവരിങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ദിയമോൾ അവിടെ നിന്ന് ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. ഞാനത് സൂം ചെയ്ത് എടുക്കുകയാണ്. 45 മിനിറ്റ് നേരത്തെ ഷോ ആണ് അവിടെ ഉള്ളത്. അപ്പം അതുവഴിയാണ് ഡോൾഫിൻസ് വരുന്നത്. നമ്മളിപ്പോൾ ഡോൾഫിൻ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് തന്നെ സൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഡോൾഫിൻ അല്ല ആദ്യം വന്നത്. ഡോൾഫിൻ ഷോയും ഉണ്ട്, അതോടൊപ്പം തന്നെ സീൽ ഷോയും ഉണ്ട്. അപ്പോൾ ആദ്യം വന്നത് സീലാണ്. സീൽ ഷോ ആയിരുന്നു ആദ്യം. നമ്മൾ അതുവഴി ഇങ്ങനെ ഡോൾഫിൻ ഇടയ്ക്ക് പോകുന്നത് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അതുവഴിയാണ് ഡോൾഫിൻ ഇപ്പം വരുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് സീൽ വന്നത്. നല്ല ഭംഗിയായിരുന്നു അതിൻ്റെ ഷോ കാണാനായിട്ട്. മനുഷ്യരെ പോലെ തന്നെ അവർ പെരുമാറുകയോ ഓരോന്ന് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ എല്ലാം. ആ ഒരു ബാക്ക്ഗ്രൗണ്ടും മ്യൂസിക്കും എല്ലാം കൂടെ ആയപ്പോൾ നല്ല ഭംഗിയായിരുന്നു ആ ഒരു
ഷോ കാണാനായിട്ട്. പക്ഷേ ദേവമോളാണെങ്കിൽ കണ്ണെടുക്കാതെ അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അവൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, ഫസ്റ്റ് ടൈം ഇങ്ങനെ കാണുന്നത് കൊണ്ടായിരിക്കും. നല്ല ഭംഗിയായിരുന്നു ആ സീൽ ഷോ കാണാനായിട്ട്. Everybody, she's heading out on the front stage, and the Smakanamani. Oh yeah, this is Athena. Now she's going back to the stage. It's time to name something. Played with the rings and now with the heart. Also played Sube. One, it's not. Come on, Taylor, keep going. Two, woohoo! Yes, sir! Last three. Catch it! Over! Our rule here is leave ourselves, river, Viva! Then you are so smart here, so shake this and show everybody you can't touch it. Friends, now we will go to the next level, to the Hula. It's time to do something different with Adela, friends. It's time to use the one ring. Oh, yeah. Get ready, set, fire! Using oral weapon. It's a match. One, two, three. Yes, sir. You know, friends, singing our working soon the floor to Adela and the music for swimming. What about now, Adela use the back to catch the ball. Look there, over the water, the big ball. That sound, that means it's time to jump and fly. What's about this volcano? It's enough of your holiday, and Adela is a girl, so let's go shopping. The most important thing in girls' life.
she will walk under. She will give us some showing. To the D, to the DJ. Say what? Now, with regards to dancing, special action on the stage. Freeze! Powerful energy, one hot. This time, one leaper! ദിയമോളും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അതിനുശേഷം ആ സീലാണെങ്കിൽ വന്നിട്ട് എല്ലാവർക്കും ബൈ ഒക്കെ പറഞ്ഞു പോകാൻ. അതിൻ്റെ ഒരു ഫസ്റ്റ് അതിൻ്റെ ഷോ കഴിഞ്ഞു. ഇനിയും കുറേ കഴിഞ്ഞിട്ടത് വീണ്ടും വന്നു. അപ്പോൾ ഈ ഒരു ഷോ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് എല്ലാവർക്കും ബൈ ഒക്കെ പറഞ്ഞ് അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അതുപോലെ തന്നെ അത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബൈ ഒക്കെ പറഞ്ഞ് ഓരോ ഭാഗത്തും വന്ന് നിന്ന് എല്ലാവരെയും നോക്കിയിട്ട് ബൈ പറഞ്ഞ് പോവും. ഇനി വീണ്ടും വരുന്നുണ്ട്. അത് ഇത് തന്നെയാണോ, ഈ സെയിം സീലാണോ എന്നെനിക്കറിയില്ല. വീണ്ടും വരും. By the way, we talk about seals. There's 33 species of seals around the world. Hablando de Latino, Leopards, Kudaman. First section GIP, brown seals up there. Say bye-bye. She's smart, lovely, amazing seal, but to do this magic, she's performing by awesome trainer Suge. To the front stage, salute, bye-bye. One more time, third section VIP, brown seats. Say bye-bye to Bella. See, that's I'm showing you the secret. Alright, we release the dolphins. They want to feel your energy to come out here. So everybody, hands up with me to welcome the dolphins. Come on, hands up in the air. Woo! Left, with me, let's go. Where's the energy, friends? Iowa. The dolphins will not come out without energy. Come on. Hey, VIP are super, really super. Come on. Quick. Yes, enough. The camera looking for the best one. Stop. Let me tell you a little story. 15 years of magic. സീല് പോയി. അതിനുശേഷം അടുത്ത ഡോൾഫിൻസിൻ്റെ എൻട്രി ആയി. 3 ഡോൾഫിൻസ് ഉണ്ടായിരുന്നു. ഇതിനൊക്കെ പേരുണ്ട്, അവർ പേര് വിളിക്കുന്നുണ്ട്. ഐഷ എന്നോ അങ്ങനെ എന്തൊക്കെയോ പേരുകളുണ്ട്. ഭയങ്കര രസമായിരുന്നു. അത് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരും ഒരേ ഒരു ട്യൂണിൽ ക്ലാപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. നല്ല രസമാണ് ആ ഒരു സൗണ്ട് കേൾക്കാൻ തന്നെ. ആ ഡോൾഫിൻസ് വന്നിരിക്കുകയാണ്. അതും നല്ല രസമായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു അത്ഭുതമാണ്. ഇതിനൊക്കെ ഇങ്ങനെ അവർ ട്രെയിൻ ചെയ്തെടുക്കുന്നു. ആ ട്രെയിനീസ് ആണെങ്കിൽ റഷ്യൻസ് ആണ്. ഷോയുടെ അവസാനം അവരെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു പാർട്ടിൻ്റെ ഒന്നും ഇടയ്ക്ക് ഞാൻ അധികം സംസാരിക്കുന്നില്ല, കാരണം ആ ഒരു സൗണ്ടോടുകൂടി തന്നെ അത് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി. I said them on the big one. But what's the names of the king and the queen? After moments, you will know that. Before that, there will be something. They are the #1 species. They are the Bottlenose dolphins. Aisha, the queen. Flynn, the king, the leader of the dolphins. Also, Flynn Suge. Hello, what's up? Before we start, the dolphins need some support. So be ready. With the music, clap your hands. Yalla!
نلعب بالحلقات الثلاثية. والفريق عيشها نامو. Brunette. By the way, we are the second intelligent mammals around the world. They have an activity like 5 to 6 years old in Russia. ثاني الثدييات في العالم عندهم عقلية طفل من 5 ل 6 سنوات. You know what, friends? Let's go now to the next level. Next level, aha. So now, friends, we will double the ratings. We will show you how smart they are. It's time for the special action with dolphins. It's time for the helicopter game. How the helicopter, using the mouth, the beak, to roll the rings. The dolphins, the machine. Let's do the game. In the water, with the big boy and the queen, with the number 1 species. Yes, always they are strong. Always they can do the good moves. Why? Because the power comes from the tail. And they use the tail up and down and swim left and right like fish. يستخدموا اليد الأعلى والأسفل للسباحة والشيء انكسار زي السمك. They are among ثدييات. So, big boy is ready now to fly to the sky of Dubai. You will come to the office before, and now it's dolphins time to welcome you. Now they will come to the front stage of the Sahaman Bills to say hello everybody. Welcome to our home. Welcome to our magical place. Welcome to Dubai, Australia. We are the number 1 species. We are the second intelligent mammals. We are the Baltinos dolphins. The king, the queen, and the big boy. Yellow dolphins, come here and say hello. My friends, here is the name. Say hello! With the king of the dolphins, please, thank you, please. With the cutest, Aisha. Gracias. Now are the big boys. Masiva Bishar, thank you, dolphins. And it's time for dolphins speed. You are going to see, friends, now how the dolphins can swim so fast. سرعة سباحة الدلافين. It's a race. It's a competition between the dolphins. Who will be the winner? We will see that. Using the power of the tail, one more time, and the power of the body. So now, round 1. Fire! Wow, 1 point for Anisha, 1 point for Flint. You know, friends, the dolphins can swim 40 to 42 kilometers per hour. And brain, 40 kilometers per hour تسبح الدلافين. We can say they are the number 1 swimmers. So, let's do it one more time. One more race. One more speed. Check this moment. Round 2. Fire! Remontada for Namo. So 1, 1, 1. Oh yeah, music. It's time to play some games. Friends, we go to the mouth of the dolphins peak. Something from the Philippine Park. They have from 80 to 100 feet inside the peak. Check what they will do now. That human hands to catch the ball. Don't ask me how. Eyes with the empty stars. The match will for the
everybody. Yellow Dolphins. Catch the ball. Hoopa! As the team presents its wide with the key, with the DJ. Horacins, Hoopa. For more surprises, our friends. Say, joy, joy! Excuse me, Be careful, friends, the balls come like a rocket. So, enjoy the moment with the Montreal Dolphins. Make some noise! Let's go! Like a second with Aisha. Now I'll ask you something, everybody please, no sound, no shouts, you have. Bravo, bravo. Dolphins have a great connection between each other. Delafin متواصل جدا مميز بين بعضهم البعض. Now friends, with this lovely music, we will show you the Dolphins connection, the family power, and the family love. Look there, the king and the big boy, like one team, and the queen here with solo dance. Let's go. With your daddy, the king, Flynn, the big one, Melvin, the queen, Alicia, the star, dancing, Juma. What's she wearing? And the lady while you go, you have to come quickly, please. Big boy, who's that lady? You are singing a song for her. Which row, which seat, what's she wearing? Fourth row. Hi, what's your name? You can come with me. Come. I will tell you something. Free game from there to here. You know why? Look behind you. Woo! Catch it. Lady, one more thing. I want to stand here. He will come one more time. Give your chin up to him like this. Remove your hair. Lady, thank you so much. Thank you.
to the trainer, Tom Hoops. Helpful, playful, fun bubbles and sharing many emotional simulators with viewers. The time, change the trainer to Yasuke. We will die to help. Yes, so they can. Oh, PJ, where is the Yasuke? Yes, sir. My friends, be ready. We will travel together to the magical world of Dolphins. അപ്പോൾ ഷോ ഒക്കെ ഏകദേശം തീരാറായി. ലാസ്റ്റിലാണെങ്കിൽ റിംഗ് ഒക്കെ എറിയുന്ന ഒരു പാർട്ടുണ്ടായിരുന്നു. അവരോരോ റിങ് നമുക്ക് തരും. ഒരു റിങ്ങിന് 20 ദിർഹമായിരുന്നു വില. അപ്പോൾ ആ റിങ് നമ്മൾ ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് എറിയും. ഈ ഡോൾഫിൻസ് അത് കളക്ട് ചെയ്യും. 2 എണ്ണം കൊണ്ടേ കളക്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതിനകത്ത് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ആ ഡോൾഫിൻസ് എടുത്ത നമ്പേഴ്സുള്ള ആൾക്കാർക്ക് അത് വെച്ചിട്ട് ആ ഡോൾഫിൻ്റെ ഒക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം. നമ്മൾ എടുത്തതൊന്നുമില്ല. അപ്പോൾ ഷോ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങളെല്ലാവരും കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ആ ഫോട്ടോസാണ് ഇത്. പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ കുറേ സമയം അവിടെ ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും ഒക്കെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ഇടയ്ക്ക് രാഹുലിനെയും ദിയയും മിസ്സായി. അവരാണെങ്കിൽ എന്തോ കോട്ടൺ ക്യാൻഡിയോ എന്തോ ചോക്ലേറ്റോ ഒക്കെ വാങ്ങാനായിട്ട് ദിയമോള് രാഹുലിനെ വിളിച്ചുകൊണ്ട് പോയി. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ബസ്സിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ ദുബായിൽ ഗോൾഡ് സൂക്ക് കാണാനാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു കസിൻ ബ്രദർ ആദ്യത്തെ ദിവസത്തെ ഉണ്ടായിരുന്ന ഒരു കസിൻ ബ്രദർ ഇന്ന് ഞങ്ങളുടെ കൂടെ ഇതുവരെ ഇല്ല. അവന് പനിയാണ്. അപ്പോൾ ഞങ്ങൾ ആ ഗോൾഡ് സൂക്ക് കാണാനായിട്ട് ചെല്ലുന്ന സ്ഥലത്താണ് അവൻ താമസിക്കുന്നത്. ആ ഒരു ഏരിയയിലാണ്. അപ്പോൾ അവൻ അവിടേക്ക് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ അവനെയും കൂടെ കാണാം എന്ന് കരുതി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഞങ്ങൾ ബസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ബസ്സിലിരുന്നു കൊണ്ടുള്ള പുറത്തെ കുറച്ച് വ്യൂസാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും രാഹുലും എത്തി. രാഹുൽ എന്നാണ് പേര്. എൻ്റെ അപ്പച്ചിയുടെ മോനാണ്. അവനും അവിടെ എത്തിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ ഞാനിവിടെ ഇടാം. അപ്പോഴവിടെ ഒരു ഷോപ്പിൻ്റെ മുമ്പിൽ ഇതുപോലെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു ടോയ്സുമായിട്ട്. അപ്പോൾ കോയിൻസ് ഇടുമ്പോൾ നമുക്ക് ആ ടോയ് നമുക്ക് ഇങ്ങനെ ആ ഒരു സ്റ്റീൽ റോഡ് വെച്ചിട്ട് പിക്ക് ചെയ്ത് എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ആ ടോയ് കിട്ടും. അങ്ങനെ ദിയമോള് അത് ട്രൈ ചെയ്യുകയാണ്. പക്ഷേ അവൾക്കൊന്നും കിട്ടിയില്ല. അതിനുശേഷം അവിടെ ഒരു ചെറിയൊരു കുതിരയുടെ ഒരു പാവ ഉണ്ടായിരുന്നു. അതിൻ്റെ പുറത്തിരുന്ന് അവർ കളിച്ചിച്ചിട്ട് നേരം. അപ്പം ഞങ്ങൾ ഗോൾഡ് സൂക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാഹുലിന് പനിയായത് കാരണം അവൻ തിരിച്ച് അവൻ്റെ റൂമിലേക്ക് തന്നെ പോയി. ഞങ്ങളിങ്ങനെ ഈ ബോട്ടിൽ അങ്ങോട്ടേ പോവാണ്. ഈ ഗോൾഡ് സൂക്ക് എന്ന് പറയുന്നത് ദുബായിലെ ഒരു ട്രഡീഷണൽ മാർക്കറ്റാണ്. അവിടെ മെയിനായിട്ടും ഈ ജ്വല്ലറീസാണ്. ഗോൾഡ്, ഡയമണ്ട്സ്, പ്ലാറ്റിനം അതിൻ്റെയൊക്കെ ഷോപ്സാണ് ഉള്ളത്. ഞാനിതുവരെ പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് അവിടെ പോകുന്നത്. 40 വർഷം കൊണ്ടേ ഉള്ള ഷോപ്സ് അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പോഴും. അപ്പോൾ അത് കാണാം എന്നുള്ളൊരിതിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. 2 സൈഡിലും എന്ത് ഭംഗിയുള്ള സാധനങ്ങളാണ്. നല്ല ലൈറ്റ്സും അതുപോലെ തന്നെ ഈ നമ്മുടെ കുങ്കുമപ്പൂവ്, അതുപോലെ സ്പൈസസ്, എന്തൊക്കെ സ്പൈസസാണ് ഇരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ഒരു ഷോപ്പിലേക്ക് നോക്കിക്കേ, എന്ത് രസമാണ് ആ ഒരു ലൈറ്റ്സൊക്കെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാനായിട്ട്. ഭയങ്കര ഭംഗിയായിരുന്നു. ഈ ഇരിക്കുന്നതൊക്കെ സ്പൈസസ് ആണ് കേട്ടോ. നമ്മുടെ ഉണങ്ങിയ നാരങ്ങ അങ്ങനെയൊക്കെയുള്ള സ്പൈസസ്. ആ ഒരു ഷെൽഫിൽ ആ താഴെ ഇരിക്കുന്നത് കണ്ടോ, കുങ്കുമപ്പൂവാണ് ആ ഇരിക്കുന്നത് ഫുള്ള്. എന്ത് വിലയാണല്ലേ കുങ്കുമപ്പൂവിന്. ഞാൻ ഇരിക്കുന്നത് നോക്കിക്കേ, എന്ത് ഭംഗിയാണ് കാണാനായിട്ട്.
ഇവിടെ ഡെയിലി 300 കിലോ സ്വർണ്ണമൊക്കെ വിൽക്കും എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയില്ല, അത്രയ്ക്ക് ഒരു ഗോൾഡിൻ്റെ ബിസിനസ്സാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ കുറച്ച് അങ്ങോട്ടേക്ക് എത്തിക്കഴിയുമ്പോൾ 2 സൈഡും നിറയെ ഇതുപോലെ ദേ ഈ ഒരു റോഡിൻ്റെ ഈ നടുക്കൂടെ ഉള്ളൊരു പാസേജ്, ഈ പാസേജിൻ്റെ 2 സൈഡിലും ജ്വല്ലറീസാണ്. അവിടെ മുഴുവനും ഇതുപോലെ ഗോൾഡും ഡയമണ്ട്സും പ്ലാറ്റിനംസും അതുപോലെ തന്നെ ജെം സ്റ്റോൺസ് ഇല്ലേ, കല്ലുകൾ, അതൊക്കെയാണ്, അതിൻ്റെയൊക്കെ ഒരു ബിസിനസ്സാണ്. ഭയങ്കര ബിസിനസ്സാണ് അവിടെ നടക്കുന്നത്. ഇവിടെയൊക്കെ ടാക്സ് ഫ്രീ ആണ് ഗോൾഡ് വാങ്ങാനായിട്ട് നമ്മുടെ ദുബായിൽ. സ്വർണം കൊണ്ടുള്ള ഡ്രസ്സുകൾ, പിന്നെന്താ, അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗിന്നസ് റെക്കോർഡ് നേടിയ 5 കിലോയോ എന്തോ ഭാരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ റിങ് ഉണ്ട് അവിടെ. അതിൻ്റെ മുമ്പിൽ നിന്ന് ദിയമോൾ നിർത്തി ഞാൻ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഞാൻ പിക്ചറിൽ അത് കണ്ടിട്ടുള്ളൂ, ഫസ്റ്റ് ടൈമാണ് വിസിറ്റ് ചെയ്യുന്നത്. ഇത് നോക്കിക്കേ, നെറ്റിപ്പട്ടം പോലെ അല്ലേ ഗോൾഡ് വെച്ച് ഉണ്ടാക്കി വെച്ചേക്കുന്നത്, കണ്ടോ? അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു റിങ്. അങ്ങനെ ഞങ്ങളത് കണ്ടു. തിരിച്ച് ഞങ്ങൾ വീണ്ടും ഇറങ്ങി. ഇനി എല്ലാവരും പിരിയുകയാണെന്ന് വെച്ചാൽ ഞങ്ങളിനി പിന്നെ റാസൽ കൈമയിലേക്ക് തിരിച്ചു പോകുന്നു. ബ്രദേഴ്സിനി അവരുടെ സ്ഥലത്തേക്ക് തിരിച്ചു പോകുന്നു. ഇനി ഇതുപോലെ ഓഫ് ഡേയ്സ് വരുമ്പോൾ നമ്മൾ അങ്ങോട്ടോ അല്ലെങ്കിൽ ഇവരിങ്ങോട്ടോ വന്ന് മീറ്റ് ചെയ്യും. അപ്പോൾ ഞങ്ങളങ്ങനെ പോവുകയാണ്, മെട്രോ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ തിരിച്ച് യൂണിയനിലെത്തും. യൂണിയനിൽ നിന്ന് റാസൽ കൈമയിലേക്ക് ബസ്സുണ്ട്. അപ്പോൾ ഞങ്ങൾ റാസൽ കൈമയിലേക്ക് മെട്രോ ഇല്ല. അപ്പോൾ ഞങ്ങൾ റാസൽ കൈമയിലേക്ക് ബസ്സിന് പോകാനും ഇവരെല്ലാവരും തിരിച്ച് അവരുടെ റൂമിലേക്ക് തന്നെ, എല്ലാവർക്കും ഇച്ചിരി ദൂരമൊക്കെ അവർക്കും യാത്ര ചെയ്യാനുണ്ട് ഇനി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് മെട്രോ സ്റ്റേഷനിലേക്ക് എത്തി. അപ്പം ഞങ്ങളെ ബസ്സിൽ കയറ്റി വിട്ടിട്ട് ബ്രദേഴ്സും തിരിച്ച് പോകാനാണ് പ്ലാൻ. ഞങ്ങളെല്ലാവരും യൂണിയൻ എന്ന് പറയുന്ന സ്ഥലത്ത് മെട്രോയിൽ ചെന്നിറങ്ങി. അവിടെ നിന്നാണ് ബസ്സൊക്കെ ഉള്ളത്. അവിടെ നിന്ന് അരമണിക്കൂറൊക്കെ ഇടവിട്ടിട്ട് ബസ്സുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ 4 പേരെയും ബസ്സിൽ കയറ്റി വിട്ടിട്ട് അവർ തിരിച്ച് മെട്രോയിൽ അവരുടെ സ്ഥലങ്ങളിലേക്ക് പോയി. എല്ലാവരും പല പല സ്ഥലത്താണ്. അവിടേക്ക് ആകാശും ഇന്ദുരാജും ഒരുമിച്ചാണ്. ബാക്കി എൻ്റെ അനിയന്മാർ 2 പേരും വേറെ സ്ഥലത്താണ്. ബസ്സിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ദിയമോളും ഉറക്കമായി, ദേവമോളും ഉറക്കമായി. അപ്പം ഞാനിങ്ങനെ ബസ്സിലിരുന്നു കൊണ്ട് പുറത്തെ കുറച്ച് വ്യൂസൊക്കെ വീഡിയോ എടുത്തു. ഞങ്ങളൊരു 10 മണി ഒക്കെ ആയപ്പോഴത്തേക്ക് തിരിച്ച് നമ്മുടെ വില്ലയിൽ എത്തി. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഗൈസ്, ബൈ.